ഹലോ, ഇന്നൊരു കുട്ടി മിനി വ്ളോഗാണ്. ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു സ്നേഹിക്കിനെ കണ്ടപ്പോഴത്തേക്കും എല്ലായിടവും ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ അവിടെയല്ല, അപ്പുറത്തെ സൈഡ് റോഡിൻ്റെ അവിടെയാണ് കേട്ടോ കണ്ടത്. ഒരെണ്ണം അല്ല, കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് അപ്പുറത്ത് വേറെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലത്തെ വീട്ടിൻ്റെ അവിടെയൊക്കെ കണ്ടെന്ന് പറയാനുണ്ട് കേട്ടോ. രാവിലെ കണ്ടതിനെ കൊന്നു കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു പേടി, ഇതിൻ്റെയൊക്കെ ഇടയിൽ കയറിയെന്നാൽ അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് ആ ഒരു സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലീനാക്കി ഇടണം. ഇത് കന്നിമൂല അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ അതെപ്പോഴും ക്ലീനാക്കി ഇടണം എന്നാണ് പറയണത്. ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ആദ്യം തന്നെ അത് ചെയ്യാമെന്ന്. അങ്ങനെ രാവിലെ എണീറ്റപാടെ ക്ലീനിങ് ആട്ടോ. ഫുഡ് പോലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ആ ഒരു മൂലവശം അങ്ങോട്ട് ക്ലീൻ ആക്കണം കേട്ടോ. പിന്നെ സൈഡ് സ്റ്റെപ്പിൻ്റെയൊക്കെ സൈഡിൽ കുറേ ചെടികളില്ലെങ്കിലും ഇങ്ങനെ പുല്ലായിട്ട് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം വേണ്ടാത്ത ചെടിച്ചട്ടിയൊക്കെ എടുത്ത് മേളിലോട്ട് വെച്ചിട്ട് ആ ഒരു സൈഡും കൂടി നമ്മൾ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ ടോമുട്ടനോട് അടുത്തിട്ട് ഞങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേന്നവനും. നമുക്ക് മരങ്ങളായിട്ട് അങ്ങനെ നമുക്കധികം സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ മരങ്ങളായിട്ട് അങ്ങനെ ഒന്നുമില്ല. അതുള്ളതൊരു റംബൂട്ടാനും പിന്നെ ഒരു പാരിജാതത്തിൻ്റെ മരമാണ് കേട്ടോ ഉള്ളത്. റംബൂട്ടാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു 3 വർഷമായിട്ടുണ്ടാവും. പക്ഷെ കാരണം വേറെ ഒന്നുമല്ല, ഈ KSEBക്കാരൊക്കെ വന്നിട്ട് പുറത്തോട്ടേക്കണ ചില്ലയൊക്കെ വെട്ടിക്കളയുമ്പോഴത്തേക്കും നമ്മുടെ ഈ റംബൂട്ടാനും പോകും കേട്ടോ. അപ്പം അങ്ങനെ വെട്ടി ഒരു മധുരയെ ഇരിക്കണേണ്. അതിപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഉണ്ടാകണമില്ല, വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിരിക്കണേ കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ സൈഡിൽ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ ചേണി പിടിക്കൂലേ, അതേപോലെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ ക്ലീനാക്കി കളയാനായിട്ട് അപ്പുറത്ത് വെച്ചിട്ട് റോഡിൻ്റെ അവിടെയൊക്കെ മാമനൊക്കെ ക്ലീൻ ആക്കണുണ്ട്. നമ്മുടെ എല്ലാവരുടെ വീട് അടുത്തടുത്താണ് കേട്ടോ, കസിൻസിൻ്റെ. അതുകൊണ്ട് നല്ല സുഖമാണ് നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റൊക്കെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നമ്മതെ ക്ലീനൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് ഈ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് പൊക്കാൻ പേടിയാണ്, പുഴുക്കളൊക്കെ ഉണ്ടാവുമെന്ന് ഓർത്തിട്ട്. അതെ, ടോമുട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുത്ത് ഓക്കെ. അപ്പോഴേക്കും നമ്മൾ ആ ഒരു സൈഡ് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഈ ഒരു ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിരിക്കണേന്ന്. അതെ, നമ്മൾ ക്ലീനാക്കിയ സ്ഥലം ഇങ്ങനെയാണ്. കുറച്ച് അല്ലറ ചില്ലറ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ. ഇത് മഴ പെയ്തപ്പോഴൊക്കെ പെട്ടെന്ന് കയറി നിന്നതാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലീനാക്കി വന്നപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ കുക്കിങ്ങിലേക്ക് കയറി കേട്ടോ. ബീഫ് സ്റ്റൂവും അപ്പവും മറന്നിട്ട് രാവിലെ കഴിക്കാനായിട്ട്. പിന്നെ കട്ടൻ ചെയ്യും. അതൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വീടിൻ്റെ ഉള്ളിൽ ക്ലീനിങ് ആയി. ഇത് ചേച്ചി പണ്ട് ഡാൻസ് പഠിക്കുവായിരുന്നു കേട്ടോ. കുറേ വർഷം പഠിച്ചിട്ടുണ്ട്, ഒരു 6-7 വർഷത്തോളം പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യമൊക്കെ പഠിച്ച് തുടങ്ങി, അത് കഴിഞ്ഞപ്പോഴേക്കും നിർത്തിയായിരുന്നു. അതിൻ്റെയൊക്കെ ആ പാത്രമൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണേ. ചെലങ്ക, വട, അന്നിട്ടേച്ച വള വരെയും അതിൻ്റെ ഒന്നും ഒരു കളർ പോലും പോയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അതേപോലെ വാർമുടി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കണതേ. ചെലങ്ക ഇതാണ് കേട്ടോ. ചേച്ചി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞാൽ ഇരിക്കണേ. ഇതൊക്കെ എന്താണാവും. പിന്നെ നമ്മൾ അതെ ചേച്ചിയുടെ പണ്ടത്തെ BCom MCOMിലേക്ക് ബുക്കാണ് കേട്ടോ. ചേച്ചിയുടെ +2 പഠിക്കുമ്പോഴുള്ള ID കാർഡാണത്. പിന്നെ നമ്മൾ അവിടെയൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലായിടവും തുടച്ചിടാൻ തുടങ്ങി. തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഒരുവിധം ഒതുങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാ സൺഡേന്നും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. എല്ലായിടവും ക്ലീനൊക്കെ ആക്കി. എനിക്ക് പിന്നെ അലർജിയുടെ ഭയങ്കര പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ വഴി കൂടി ഒന്ന് പൊടി പോയാൽ മതി, അപ്പം തന്നെ തുമ്മൽ തുടങ്ങും. അങ്ങനെ എനിക്ക് പണി കിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ ആവിയൊക്കെ കൊള്ളണേണ്. ഇത് ചേട്ടൻ വാങ്ങി തന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ ബ്രീത്തിങ് ഇഷ്യൂസും വരാറുണ്ട്. അപ്പോൾ ഈ സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് മറ്റേ ആവി പിടിക്കണേക്കായിരുന്നാണ്. പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. ചില്ലി ബീഫും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നേച്ച്. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ സവാളയൊക്കെ വാട്ടാനിട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരുവിധമായി ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഉച്ചക്കത്തെ 4 മണിക്കെങ്ങാണ്ടാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ സിനിമ ഏതാണെന്ന് ഓർക്കണല്ലോ ഇട്ട് കണ്ട് അങ്ങനെ ഇരുന്ന് വെച്ചിട്ടോ. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള കറിക്കുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണേയാണ്.